പുതിയ വണ്ടി ഇറക്കിയാ എത്ര നാളായി? തൃശ്ശൂർ ഇതൊന്നും പ്ലാൻ അല്ലല്ലോ, ഒരിക്കലും പ്ലാൻ അല്ലേ. എല്ലാരും സ്വല്പം വെക്കണേ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഞങ്ങളതിന്റെ ഒരു സക്സസിന്റെ ഒരു കേക്ക് മുറി ഇവിടെ വെച്ച് നടത്തുകയാണ്. സുമതി വിളവിന്റെ വിജയം നിങ്ങൾ ഓരോരുത്തരും തന്നതാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ ആശ്വാസവും നിങ്ങളുടെ ഓക്കെ എല്ലായിടത്തും കൈ കേട്ടോ. അർജുന തൃശ്ശൂർക്കാർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണേ. തൃശ്ശൂർക്കാർ കൊടുത്തോട്ടെ. ജനങ്ങളായിരുന്ന വിജയമാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എഴുതുന്നൊന്നുമല്ല, ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. അവരോട് തന്നെ നിങ്ങൾ റിവ്യൂ ചോദിച്ചിട്ട് അത് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കണം. വേറൊന്നുമല്ല, സിനിമകൾ വിജയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഇൻഡസ്ട്രി നിലനിർത്തണമെങ്കിൽ സിനിമകൾ ഹിറ്റ് ആവണമെന്നാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഈ സിനിമ കണ്ട ഓഡിയൻസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുക, ആ റിവ്യൂ ഒന്ന് കൃത്യമായിട്ട്, അതായത് ജെന്യുവനായിട്ടുള്ള റിവ്യൂ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു തരണം. കാരണം ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് പറയുന്നതല്ല യഥാർത്ഥ റിവ്യൂ ഒന്നും, ഇവർ പറയുന്ന യഥാർത്ഥ റിവ്യൂ ഒന്ന് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അതാ പറഞ്ഞത്, സന്തോഷമുണ്ട്. കാരണം ഈ കൈയടിക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഫുൾ ക്രൂ രാഗത്തിലെത്തിയത്. ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ കോമഡി സീൻ വരുമ്പോഴും എല്ലാവരും ചിരിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അത്രയധികമാണ് ഈ സിനിമയെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും റിവ്യൂ നിങ്ങളെ ചോദിക്കേണ്ടതാണ്. എല്ലാവരും ഇവിടെ ഞങ്ങൾ കണ്ടതിൽ വെച്ച് എല്ലാവർക്കും ഈ സിനിമ ഒത്തിരി ഇഷ്ടമായി. അത് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കേരളത്തിൽ കാണാനുള്ളവർ കാണണം, ഇങ്ങനെ അഭിപ്രായം അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തൃശ്ശൂരിലെ സ്വന്തം ശ്രീ തിയേറ്റർ ഉണ്ട്, ചേച്ചിയുണ്ട്. അതെ, രാഗം തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ എന്തായാലും ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ അഭിലാഷിൻ്റെയും വിഷ്ണുവിൻ്റെയും മാളികപ്പുറം ടീമിൻ്റെയും ഒരു പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതെ, അപ്പോൾ ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടോ. എന്തായാലും വളരെ സന്തോഷം.
നിങ്ങൾ ഈ നേരത്തെ അഭിലാഷ പറഞ്ഞത് ഞാൻ ഈ ബാക്കിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ കേട്ടാണ് സത്യസന്ധമായ അഭിപ്രായം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു ഹൊറർ ചിത്രമാണോ, കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചു. ഇവിടെ ഉള്ള ഒരു ക്രോസ് സെക്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനത്തെ ആൾക്കാരാണോ വന്ന് കണ്ടിരിക്കുന്നതെന്ന്. 100% ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ടോട്ടലി എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. എല്ലാ സിനിമയും ശരിക്കും പറഞ്ഞാൽ വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ പിള്ളേർ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത് ആ എഫേർട്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ സിനിമ വിജയിപ്പിക്കുന്നത് ജനങ്ങളും നിങ്ങൾ മീഡിയയാണ്. അപ്പോൾ മീഡിയയുടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് തിയേറ്ററിലേക്ക് പോയി നിങ്ങളെല്ലാവരും ജനങ്ങളുടെ റിവ്യൂ എടുക്കാൻ പറയുന്നത് വെച്ചാൽ വീണ്ടും ആളുകൾ കാണാൻ വരും. ഇവർ പറയുന്നത് കേട്ടാൽ ഇപ്പം ഞങ്ങൾ പറയാം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് അമ്മമാർ, കുട്ടികളടങ്ങുന്ന ഫാമിലി. അത് ഉദ്ദേശിച്ചാണ് ഈ സിനിമ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഓഡിയൻസാണ് ഇപ്പം കേരളത്തിലെ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സെയിം ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും തിരക്ക് കൂടണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഇപ്പോൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ ഹൗസ്ഫുള്ളാണ്. ശിവദ ഇനി നിങ്ങളോട് സംസാരിക്കും. എന്താണ് അടിപൊളിയായിരുന്നു. നല്ല റെസ്പോൺസ് പടത്തിന് കിട്ടുന്നു. ഇവിടുന്ന് മാത്രമല്ല എല്ലാ ഇടത്തുനിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നു. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പടം ഇഷ്ടമായി തീർച്ചയായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരോടും സപ്പോർട്ടോടെ പടത്തിന് കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇന്നലെ അപ്പുറത്ത് ബാലുജിയുടെ ബാലക Thank you. അടിപൊളിയല്ലേ? എല്ലാരും കണ്ട എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അവരെ വിസിറ്റിംഗ് എങ്ങനെയുണ്ടായി? അവരെല്ലാരും കണ്ട എങ്ങനെയുണ്ട്? പേടിക്കാണ്ട് പറഞ്ഞിട്ട് പേടിക്കാണ്ട. പേടിച്ചില്ലേ? എത്ര പിള്ളേർ